അങ്ങനെ മച്ചാമാരെ 2 പുള്ളി മുറിക്കാൻ പോവാണ്. ഇതേ പൊങ്ങി വന്നെ നോക്കിക്കോ, നല്ല വലിയൊരു പുള്ളിക്ക് ഇതേ പൊങ്ങി വന്നെ നോക്കിയത്. ഹലോ മച്ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന കൂട്ടുകാരായെന്ന് ഒരു ലൈക്ക് അടിച്ചേക്കണേ. 4 ദിവസം കടലിൽ കടന്നുള്ള മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കണം. ആദ്യം തന്നെ നമ്മൾ വയർ റോപ്പ് കയറുന്ന ഒരു കാഴ്ച കേട്ടോ. വയർ റോപ്പ് ഇങ്ങനെ കയറി വരാണ്. പുള്ളി മുറിക്കാന്ന് പറഞ്ഞാൽ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കണ്ടു. ആദ്യം തന്നെ 2 പുള്ളിക്ക് മുറിച്ച് മീനിടുന്ന കാഴ്ചയൊക്കെ ഉണ്ട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നല്ല ശക്തിയായിട്ട് നമ്മൾ തള്ളി വയർ റോപ്പ് കയറ്റിയിട്ടാ. വയർ റോപ്പും കാര്യങ്ങളും കയറി കഴിഞ്ഞാൽ നേരെ പിടിക്കാൻ പോണത് റോപ്പാണ്. ഇത് സെൻട്രൽ ഗാലോസ് ആയതുകൊണ്ട് നമ്മൾ റോപ്പ് കൈക്ക് പിടിച്ച് കയറ്റണം. നല്ല റോപ്പ് പിടിക്കുമ്പോൾ ഒരു ചെറിയൊരു ബലവും കാര്യങ്ങളും കിട്ടും. അപ്പൊ നമുക്ക് ഇങ്ങനെ നിന്ന് അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് പ്ലെൻഡറിലൊക്കെ ചവിട്ടി അങ്ങോട്ട് എന്നിട്ട് അങ്ങോട്ട് പിടിച്ചിടുമ്പോണ്ടല്ല വിങ്സും മസിലും ഒക്കെ അങ്ങോട്ട് ചാടി വരും കേട്ടാ. അങ്ങനെ നേരെ പുതിയ കയറും കാര്യങ്ങളും മാടി അങ്ങോട്ട് വീഴണില്ല. വേഗം പിടിച്ചങ്ങാട് ഇടയാണ്. അപ്പുറം മലീബായി ഉണ്ട്, ഇവിടെ ഞാനുണ്ട്, 2 കൈ പിടിച്ചേക്കാണ്. പിന്നെ അതുപോലെ മടട കൈതേ ഇവിടെ വീഞ്ചിൽ മുരുകൻ ചേട്ടൻ കയറ്റണേ കേട്ടാ. അങ്ങനെ റോപ്പും കാര്യങ്ങളൊക്കെ കയറിയതേ നമ്മുടെ വല എത്താറായിട്ടുണ്ട്. മച്ചാമാരെ പ്രായം വെറും നമ്പറാണ് തെളിയിക്കണ ഒരു മനുഷ്യനാട്ടോ നമ്മുടെ ശശി വില്ലേച്ചൻ. ഞാൻ ബോട്ടിൽ പണി പഠിക്കാൻ വേണ്ടി വരുന്ന സമയം തൊട്ട് അച്ഛൻ പറഞ്ഞേക്കണതേ ശശി വില്ലേച്ചനെ കണ്ടു പഠിച്ച് ശശി വില്ലേച്ചന്റെ ഒപ്പം കൂടിക്കുമെന്ന് പറഞ്ഞ. പക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞും ചെയ്തും ഒക്കെ പറഞ്ഞുതരോട്ടെ. എന്നെ ചെറിയ രീതിയിൽ വഴക്കും പറയും, എന്തെങ്കിലും അശ്രദ്ധ കാണിക്കുമ്പോ കേട്ടാ നോക്കിയൊക്കെ ചെയ്യാനൊക്കെ പറയും. ദേ വല പിടിച്ച് കയറണ്ട മടയും കാര്യങ്ങളും ബോട്ടിൽ ഓടി നടന്ന് പണിയെടുക്കണ ഒരാളാണ് കേട്ടാ. അങ്ങനെ നമ്മുടെ കിളിക്ക് വലയില് പയ്യെ കയറി ഇങ്ങനെ ചാടി നിൽക്കുന്നത്. പക്ഷെ ഈ കൊല്ലം കഴിഞ്ഞ കൊല്ലം കിളി വലയിട്ട് ബുന്നും പറഞ്ഞങ്ങോട്ട് പൊങ്ങി അങ്ങാട് വന്ന്. ഈ പ്രാവശ്യം പൊങ്ങി അങ്ങാട് വന്നിട്ടില്ലട്ടാ. ആ ഒരു പൊങ്ങലിന് വേണ്ടി കാത്തിക്കണ സമയത്താണ് വന്നങ്ങാട് കോടന്റെ പൊങ്ങി അങ്ങാട് വന്ന കണ്ട നിറച്ച് കിളിയേറി വന്നൊരു കാഴ്ചയുണ്ട്. ശരിക്കും കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി കാഴ്ചയാണ്. കിളിയെ 2 പുള്ളി കൂടുതലുണ്ടെന്ന് തോന്നണട്ടാ. കിളിയാണ് ഈ മൊത്തം അങ്ങോട്ട് കയറി വന്ന. ചില സമയത്ത് വേഗം കിളി അങ്ങോട്ട് പൊങ്ങി വരും. ഈ പ്രാവശ്യം ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ആശങ്കയിൽ നിർത്തിയിട്ടാണ് അങ്ങോട്ട് പൊങ്ങി അങ്ങോട്ട് വന്നേക്കണേട്ടാ. അപ്പൊ നമ്മുടെ നിതിൻ ചേട്ടൻ ഇറങ്ങി ചെന്നിട്ട് ഞാൻ ബോട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് നിതിൻ ചേട്ടൻ നമ്മുടെ ബോട്ടിലോട്ട് കയറിയതേട്ടാ. അങ്ങനെ നിതിൻ ചേട്ടൻ ഇപ്പൊ സ്ഥിരമായിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ നേരെ കോടന്റെ പുള്ളി മുറിച്ച് ആദ്യത്തെ ഒരു പുള്ളി കയറ്റണ ഒരു കാഴ്ചയാണ്. അപ്പൊ പുള്ളി മുറിക്കണ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കട്ട് ചെയ്ത് കളഞ്ഞ് ഭയങ്കര ഇത്തിരി അങ്ങാടും മോട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ പുള്ളി ഇതേ കപ്പി കൊടുത്ത് കയറ്റിയാണ്. മുരുകൻ ചേട്ടൻ കപ്പിയൊക്കെ കൊളത്തിയിട്ടുണ്ട്. കൊളുത്തി അങ്ങോട്ട് കയറ്റിയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണെന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയണോട്ടാ. പുള്ളി മുറിക്കണം എന്ന് പറയും കടലിൽ ആദ്യത്തെ പുള്ളി. ഇതൊന്നും അല്ല ശരിക്കും നമ്മ പണ്ട് വൈശാലിപ്പണിക്കൊക്കെ പോയപ്പോണ്ടല്ല 1, 2, 3 പുള്ളിയൊക്കെ മുറിച്ച ഒരു സമയം ഉണ്ടായിരുന്നു ബോട്ടിൽ. അങ്ങനത്തെ ആദ്യത്തെ പുള്ളി കയറിയാണ്. അപ്പൊ ചെറിയൊരായപ്പുണ്ട്. ഈ പ്രാവശ്യം ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ കടലിൽ കോളൊക്കെ പിടിച്ച് കടൽ കൊമ്പന്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജൊക്കെ തുടങ്ങിയ ഒരു സമയത്ത് കോളൊക്കെ പിടിച്ച് നമ്മൾ തിരിച്ചോടിയ സമയമാണ്. കാലത്ത് ഒരു വല നമ്മൾ എങ്ങനെയൊക്കെയോ നമ്മുടെ ബോട്ടിലോട്ട് കയറ്റിയിട്ട് തിരിച്ചു ഓടി തന്നെയായിരുന്നു കടലൊക്കെ കൂടിയിട്ട്. ഇന്ന് ഈ പ്രാവശ്യം കടലിൽ മഴയൊന്നുമില്ല എങ്കിലും ചെറിയൊരു ആയപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ അലീബായി കോടന്റെ പൊട്ടിക്കാണ്. 3 റോപ്പ് പൊട്ടിച്ച് കിളി വീഴാൻ പോണ ഒരു കാഴ്ച നിങ്ങൾ കണ്ടോട്ടാ. ഈ ഒരു മീൻ പൊട്ടിച്ചിട്ടപ്പോ ഇവിടെ പരിപാടി കഴിഞ്ഞിട്ടില്ലട്ടാ. 2 പുള്ളിയാണ് മുറിക്കാൻ പോണത്. ഇത് 1 പുള്ളിയാണ് കയറ്റിയത്. കോടന്റിൽ കയറാവുന്ന അത്രയും മീൻ മാക്സിമം നമ്മൾ കൊള്ളിച്ചിട്ടാണ് കപ്പിയിൽ എടുത്തത്. ബാക്കിയുള്ളത് അടുത്ത പുള്ളി മുറിക്കണ രീതിയിൽ കോടന്റിന്റെ അവിടുത്തെ 3 റോപ്പ് കെട്ടും. ഈ 3 റോപ്പ് കെട്ടി വെള്ളത്തിലോട്ട് കോടന്റിട്ടിട്ട് വീണ്ടും വല പൊക്കി കയറ്റുമ്പോ കിളിയിൽ നമ്മുടെ ചരക്ക്, കിളിമീന്റെ കൂട്ടത്തിനൊക്കെ ചരക്ക് എന്ന് പറയും, ആ ചരക്ക് നേരെ കോടന്റിലോട്ട് വീണ്ടും ഇറങ്ങോട്ടാ. പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ പുതുതായിട്ട് വന്ന ഫോളോവേഴ്സിനൊന്നും എന്റെ അച്ഛനെ ചിലപ്പോൾ കണ്ട് പരിചയം ഉണ്ടാവൂല. നമ്മുടെ കടൽ കൊമ്പന്റെ ഏറ്റവും കൂടുതൽ ശക്തി അഥവാ അടിവേരെന്ന് പറയാ ആ ഒരാളാണ് നമ്മുടെ അച്ഛൻ.
അതിന്റെ അച്ഛന്റെ പേര് സുധൻ എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിന്റെ സ്രാങ്ക് ആട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ കൊമ്പന്റെ അച്ഛൻ എന്നും പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് പേജ്, കുഞ്ഞു പേജ് തുടങ്ങിയിട്ടുണ്ട്. അച്ഛൻ്റെതായ കടലിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ പേജിൽ കാണിക്കാൻ. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് എൻ്റെ അച്ഛനൊന്ന് സപ്പോർട്ട് ചെയ്യണം. നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വന്നുകൊണ്ടിരിക്കണം. തെറ്റൊക്കെ ഉണ്ട്, ക്ഷമിക്കണോട്ടാ. തുടങ്ങി വന്നിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കോടന്റിൽ കിളിമീനെല്ലാം കയറി. പിന്നെ അച്ഛന്റെ പേജിന്റെ പേര് കൊമ്പന്റെ അച്ഛൻ എന്നാണ് കേട്ടാ. അങ്ങനെ ഇനി ഞാൻ എന്റെ അച്ഛനെ കാണിച്ചു തരാട്ടാ. കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഇവിടെ അച്ഛനുണ്ട്. നമ്മുടെ സ്രാങ്ക് ഇവിടെ ഉണ്ട്. വിശേഷങ്ങളൊക്കെ പറ. പണിയുണ്ടാ? കുഴപ്പമില്ല. വീഡിയോ കാണുന്നവരുടെ ലൈക്ക് അടിക്കാൻ പറ. വീഡിയോ കാണുന്നവരുടെ ലൈക്ക് അടിക്കാൻ പറ. അങ്ങനെ രണ്ടാമത്തെ പുള്ളി കയറി വന്നൊരു കാഴ്ചയാണ്. അപ്പൊ ആദ്യത്തെ പുള്ളി പൊട്ടിച്ചിട്ട് മീനെല്ലാം ചത്ത് കിടക്കേണ്ട. പിന്നെ ഒരു കാര്യം പറയാം, എന്റെ ഫോളോവേഴ്സിനോട് എല്ലാവരോടും എന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കടലിലെ വീഡിയോസ് ഇടാതിരിക്കില്ല ഞാൻ. ഇന്നിപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് കടൽ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി ഞാൻ വീഡിയോസ് നിങ്ങളിലോട്ട് എത്തിക്കും. കാരണം കടലിൽ പോകാനാണെങ്കിൽ എന്റെ അച്ഛൻ എന്നെ എവിടെ വേണേലും വിടും. കാരണം കടലിലെ പണിയും വെള്ളത്തിൽ പരിചയവും എനിക്ക് നന്നായിട്ടുള്ളത് കൊണ്ട് ദൈവം അനുഗ്രഹിച്ച് ആരോഗ്യം ഇതുവരെ ഉള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളിലോട്ട് കടലിലെ വീഡിയോസ് എത്തിക്കും. നിങ്ങൾ ആരെയും ഞാൻ നിരുത്സാഹപ്പെടുത്തൂല. കടലിലെ പരമാവധി വീഡിയോസ് ഇപ്പൊ വള്ളത്തിൽ മുതലപ്പുഴയിലായാലും കൊല്ലം, അതുപോലെ തന്നെ കണ്ണൂര്, കോഴിക്കോട്, ബേപ്പൂർ അവിടെ നിന്നൊക്കെ അണ്ണന്മാരൊപ്പം ഒക്കെ വിളിക്കുന്നുണ്ട് കടലിൽ വാവാന്ന്. ഞാൻ പോയി വീഡിയോസ് നിങ്ങളിലോട്ടൊക്കെ എത്തിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് ആരും എന്നെ അൺഫോളോ അടിച്ച് പോകരുത്. കടലിലെ വീഡിയോസ് ആണ് ഇനിയും ഞാൻ എന്റെ പേജിൽ കൂടി നിങ്ങളിലോട്ട് എത്തിക്കണത്. അങ്ങനെ രണ്ടാമത്തെ പുള്ളിയും പൊട്ടിച്ച് വീഴാൻ പോണ ഒരു കാഴ്ചയാണ് കേട്ടാ. നല്ല അടിപൊളി കളറുള്ള തക്കിടുകൊണ്ട മീൻ, ചുവന്ന വരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മീനിന്റെ പേര് നിങ്ങളറിയാവുന്ന കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്ത് പറയാം. ഞാൻ ഇതിനു മുന്നേ ഈ മീനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മീന്റെ പേരുടെ കൂട്ടുകാർക്ക് ഒന്ന് കമന്റ് ചെയ്ത് പറയട്ടാ. പിഴപ്പിക്കാൻ പറ്റൂലട്ടാ, നല്ല മുള്ളാണ് കേട്ടാ. ഇത് നോക്കിയേ, അസ്ത്രം പോലെയാണ് മുള്ളുകൾ വന്നേക്കണം. ഇതുവരെ നമ്മ ഇവിടെ തന്നെ വെക്കാണ്. ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്തേക്കാം. ഇതിന്റെ പേരുള്ള കൂട്ടുകാരൊന്ന് കമന്റ് ചെയ്തേക്കാം. വലിയ നീരാളി കണ്ട പിന്നെ വായിൽ കൈ പോയി നല്ല കടി അടിക്കോട്ടാ. വലിപ്പം കണ്ട നീരാള കൈ വെപ്പിക്കണ. എങ്ങനെയുണ്ട്? ആഗസ്റ്റ് 1 നമ്മ കടലിൽ പോയപ്പോ ആദ്യം കിട്ടിയ ഒരു മുതലാണ്. നല്ല വലിയ നീരാളി കേട്ടാ. കണ്ടാ ആദ്യം ഇത്ര വലിയ നീരാളിനെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയട്ടാ. നീരാളി എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. അങ്ങനെ മച്ചാമാരെ നമ്മളിത് നമ്മുടെ സ്റ്റോറിലോട്ട് ഇറങ്ങിയിട്ട ബോട്ടിന്റെ ഐസ് റൂം എന്ന് പറയും. ഇവിടെയാണ് നമ്മള് നാരങ്ങയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലൊക്കെ വെക്കണ സ്ഥലം. പിന്നെ അതുപോലെ തൈരും പാലൊക്കെ കേടാവാണ്ടിരിക്കാൻ വേണ്ടി വെക്കൂട്ടാ. അങ്ങനെ നമ്മുടെ സ്റ്റോറിൽ ഇറങ്ങി ബ്രെഡും വെക്കും. നേരെ ഐസ് പൊട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഷവലിന്. ഇപ്പെന്ന് വെച്ചാല് ആദ്യത്തെ ദിവസമായോണ്ട് ഐസ് എന്നോടാന്ന് ചോദിക്കൂല. ഷവലിന് 2 അടിയൊക്കെ അടിച്ചാൽ വേഗം അങ്ങോട്ട് പൊട്ടിപ്പോരും. 3 ദിവസം കഴിഞ്ഞാൽ അവൻ എന്നോടാന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മ ഷവല് മാറ്റി അവിടെ ഇരിക്കണ കട്ടാമ്പാര എടുത്ത് 2-3 തട്ടും കുത്തും വെച്ച് കൊടുത്ത് അവൻ അങ്ങാട് അടത്തിയിടോട്ടാ. അങ്ങനെ ഷവലിന് ഐസ് കോരി അങ്ങോട്ട് വിടുന്ന ഒരു കാഴ്ചയാണ്. അപ്പൊ അവിടെ കൊട്ടയം പിടിച്ച് അലീബായി ഉണ്ട്. അതെ നമ്മുടെ കട്ടാമ്പാരെത്തി. ഇവനാണ് അവൻ നമ്മളെ കളിയാക്കി ചോദിക്കും എന്നോടാന്ന്. ആ സമയത്ത് 2-3 കുത്ത് അങ്ങനെ കൊടുത്തിട്ട് അങ്ങടെ ഐസ് അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ പടപടാന്നുള്ള പരിപാടി ആയിരിക്കോട്ടാ. ഇതാണ് സ്റ്റോറിലെ പരിപാടി. പിന്നെ സ്റ്റോറിൽ നിൽക്കണമെങ്കിൽ ഒരു ബാലൻസ് വേണം. ബോട്ടിൽ നിൽക്കാൻ ഒരു ബാലൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിൽക്കാനുള്ള സ്റ്റോറിലാണ്. അല്ലെങ്കിൽ നമ്മൾ മുന്നടിച്ച് വീഴും. കാരണം കട്ടക്കനുസരിച്ച് സ്റ്റോർ കിടന്ന് അങ്ങാടും ഇങ്ങാടും കിടന്ന് ബോട്ട് കിടന്ന് ആയപ്പിന് ഇങ്ങനെ നീങ്ങുമ്പോൾ അതനുസരിച്ച് നമ്മ മറിഞ്ഞു വീഴും. അപ്പൊ ഒരു ഇത് വേണം, ഒരു ബാലൻസ് വേണം. അതിൽ നിന്നിട്ട് വേണം ഈ ഒരു പണിയെടുക്കാൻ. അങ്ങനെ ഷവലിന് നമ്മളിത് കുത്തി വലിയ കട്ടകള് ഐസും കട്ടകൾ ഇട്ടിട്ട് അങ്ങോട്ട് പടപടാന്ന് പറഞ്ഞ് ചെറുതായിട്ട് തട്ടിക്കൊടുത്താൽ മതി. ആദ്യത്തെ ദിവസം കൊണ്ട് വേഗം പൊടിഞ്ഞു പോരോട്ടാ. അങ്ങനെ കോരി നമ്മുടെ കൊട്ടയിലോട്ട് ഇടയാണ്. കുറച്ച് എക്സ്പീരിയൻസ് ഇത്ര കാര്യങ്ങളുള്ളൂ. മീനൊക്കെ ഐസ് ചെയ്ത് ചോറിലുണ്ടാക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.